ഉത്തരേന്ത്യയിൽ ഒരു കാക്ക കറണ്ടടിച്ച് ചത്താലും മണിപ്പൂരിൽ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായാൽ പോലും കേരളത്തിൽ അത് വലിയ വാർത്തയാക്കുന്ന കേരള മാപ്രകൾ ഈ വാർത്ത അറിഞ്ഞിട്ടില്ല എന്ന ആമുഖത്തോടുകൂടി തന്നെ തുടങ്ങട്ടെ. അതായത് മണിപ്പൂരിൽ എന്താണ് കഴിഞ്ഞ ദിവസം സംഭവിച്ചത്? വഖഫ് ബില്ല് നിലവിൽ വന്നു. ഈ വഖഫ് ബില്ല് നിലവിൽ വന്നപ്പോൾ ഈ വഖഫിനെ മണിപ്പൂരിൽ ആർക്കും പരസ്യമായി പിന്തുണയ്ക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായി. അത് ഞാൻ പരസ്യമായി പിന്തുണച്ച ന്യൂനപക്ഷ മോർച്ചയുടെ നേതാവിന്റെ വീട് കഴിഞ്ഞ ദിവസം മണിപ്പൂരിലെ അക്രമകാരികൾ അഗ്നിക്കിരയാക്കി. ഒരു കൂട്ടം ജനങ്ങൾ അവിടെ വന്ന് അഗ്നിക്കിരയാക്കി എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വഖഫ് ഭേദഗതി ബിൽ വ്യാഴാഴ്ച രാത്രി ലോക്സഭയിലും വെള്ളിയാഴ്ച രാജ്യസഭയിലും പാസാക്കിയിരുന്നു. രാഷ്ട്രപതിയുടെ അനുമതി ലഭിച്ചതോടെ ഇപ്പം നിയമമായി അത് മാറിയിട്ടുണ്ട്. മറുവശത്ത് രാജ്യമെമ്പാടുമുള്ള മുസ്ലിങ്ങളും പ്രതിപക്ഷവും ഈ ബില്ലിനെ എതിർക്കുകയാണ്. ഇപ്പോൾ മണിപ്പൂരിലെ BJP നേതാവിന് വഖഫ് ഭേദഗതി ബില്ലിനെ പിന്തുണയ്ക്കുന്നത് ബുദ്ധിമുട്ടായി മാറിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളിൽ വളരെ പ്രാധാന്യത്തോടുകൂടി ഈ വാർത്ത കൊടുത്തിരിക്കുന്നത്. ഒരു കൂട്ടം ജനം ഒരു BJP നേതാവിന്റെ വീടിന് തീയിട്ടു. ഈ വിഷയത്തിൽ മണിപ്പൂരിലെ BJP ന്യൂനപക്ഷ മുന്നണിയുടെ പ്രസിഡന്റ് അസ്കർ അലി വഖഫ് ഭേദഗതി നിയമത്തെ പിന്തുണച്ചതിനാലാണ് ഇത് സംഭവിച്ചതെന്നാണ് അവിടെയുള്ള പോലീസ് പറയുന്നത്. ഇതിൽ രോഷാകുലരായ ജനം ഈ നടപടി സ്വീകരിച്ചു. തൗബൽ ജില്ലയിലെ ലിലോങ്ങിൽ ഞായറാഴ്ച രാത്രിയാണ് ഈ സംഭവം നടന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. രാത്രിയിൽ വീടിന് പുറത്തെത്തിയ കോപാകുലരായിട്ടുള്ള ജനക്കൂട്ടം ആ വീടിന് തീയിടുകയായിരുന്നു എന്നുള്ളതാണ് റിപ്പോർട്ട്. അസ്കർ അലി സോഷ്യൽ മീഡിയയിലാണ് വഖഫ് ബില്ലിനെ പിന്തുണച്ചുകൊണ്ട് പോസ്റ്റ് ഇട്ടത്. തുടർന്ന് ഞായറാഴ്ച രാത്രി ഏകദേശം 9 മണിയോടെ അവിടേക്ക് മതമൗലികവാദികളായിട്ടുള്ള ആൾക്കാർ ഇരച്ചെത്തുകയും വീടിന് പുറത്ത് തടിച്ചുകൂടുകയും ഒറ്റ നോട്ടം കൊണ്ട് തന്നെ ജനക്കൂട്ടം ആ വീട് നശിപ്പിക്കുകയും ബോംബ് വയ്ക്കുകയും ചെയ്തു എന്നാണ് യഥാർത്ഥത്തിൽ അസ്കർ അലി പറഞ്ഞിരിക്കുന്നത്. പോരാത്തതിന് തീവെപ്പ് സംഭവത്തിന് ശേഷം അസ്കർ അലി ഒരു പുതിയ വീഡിയോയും പുറത്തിറക്കിയിട്ടുണ്ട്. ഇതിൽ തന്റെ മുൻ പ്രസ്താവനയ്ക്ക് അദ്ദേഹം ക്ഷമാപണം നടത്തുന്നുണ്ട്. വഖഫ് നിയമത്തെയും അദ്ദേഹം എതിർത്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അവിടെയുള്ള ജനങ്ങൾ അല്ലെങ്കിൽ അവിടെയുള്ള മതമൗലികവാദികൾ അദ്ദേഹത്തെ കൊന്നുകളയും എന്നുള്ള ഭീഷണി ഉണ്ടായിരുന്നു എന്ന റിപ്പോർട്ടുകളും പല മാധ്യമങ്ങളിലും വരുന്നുണ്ട്. എന്തായാലും മറുവശത്ത് ഇംഫാൽ താഴ്വരയിൽ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ വഖഫ് ഭേദഗതി നിയമത്തിനെതിരായ പ്രതിഷേധങ്ങൾ നടന്നു. 5000-ത്തിലധികം പേരാണ് ഈ പ്രതിഷേധത്തിൽ പങ്കെടുത്തത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ മണിപ്പൂരിൽ നടക്കുന്ന വിഷയങ്ങളൊന്നുമല്ല അവർക്ക് വിഷയം. ഇവിടെ വഖഫ് ഭേദഗതി ബില്ലാണ് മണിപ്പൂരിലെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്. വഖഫ് ഭേദഗതി ബില്ലിനെതിരെയാണ് മണിപ്പൂരിൽ ഇപ്പോൾ പ്രതിഷേധം ഉണ്ടായിരിക്കുന്നത്. നമുക്ക് പണ്ട് തന്നെ അറിയാം, കശ്മീർ 370 റദ്ദാക്കിയപ്പോൾ അതിനെ പ്രതിഷേധിക്കാൻ വന്നവർ നേരത്തെ നരേന്ദ്രമോദി എന്തൊക്കെയാണോ നടപ്പാക്കിയത് അതിനും കൂടെ പ്രതിഷേധിക്കാൻ വന്നവരായിരുന്നു. കർഷക സമരത്തിൽ പ്രതിഷേധക്കാർ വന്നപ്പോൾ അതിൽ കശ്മീരിൽ മോദിയോട് ദേഷ്യമുള്ളവരും പ്രതിഷേധിക്കാനായിട്ട് പങ്കുചേർന്നു. ഇപ്പോൾ മണിപ്പൂരിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ വഖഫ്, ജമ്മു കശ്മീർ, കർഷക സമരം അങ്ങനെയുള്ള എല്ലാ ആൾക്കാരും ചിലപ്പോൾ പ്രതിഷേധിക്കാനായി കാണും. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാം സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഒരു ഭാഗത്ത് മെയ്തി, കുക്കി ഈ 2 ഗോത്ര വിഭാഗങ്ങളും തമ്മിലുള്ള വലിയ രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നു. ആ ചർച്ചകൾ ഇവർക്ക് സമാധാനം പുലരാനാണ്. അപ്പോഴാണ് അവിടെയുള്ള മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ ഇതുപോലെ വഖഫ് ബില്ലിനെതിരെ പുതിയൊരു പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.